കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകധന്യനാമമായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഈസ്റ്റർ മാറാടിയിൽ കർത്താവിന്റെ സുവിശേഷവുമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഒരു സമയം കൂടി അനുവദിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഇപ്രകാരം ഒരു സുവിശേഷകരായി തീരുമെന്നോ ഒന്ന് ചിന്തിച്ചവരല്ല. യേശുവായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു, ബൈബിളുമായിട്ട് ബന്ധമില്ലായിരുന്നു. നിങ്ങളിൽ പലരെ പോലെ ഇങ്ങനെയുള്ള സുവിശേഷം പ്രസംഗിക്കുന്നവരെ എതിർക്കുകയും അങ്ങനെയുള്ളവർക്ക് എതിരെ നിൽക്കുകയും സംസാരിക്കുകയും കളിയാക്കുകയും സ്നാനമൊക്കെ നടക്കുന്നിടത്ത് ഒക്കുവാണെങ്കിൽ കല്ലുവെച്ച് എറിയുകയും അങ്ങനെയൊക്കെ ജീവിച്ചു വന്നവരാ. കാരണം ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മതമാണ് ശരി, മതാചാരങ്ങളാണ് ശരി, മതപുരോഗതിനാണ് ശരി, മതകർമ്മങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിനെ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ, യേശുവിനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ അലർജി ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഇന്ന് ഒരു പക്ഷെങ്കിൽ ഈസ്റ്റർ മാറാടിയിലും അങ്ങനെയുള്ള ആളുകൾ കാണുമല്ലോ. ചില ആളുകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയുള്ളവരുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. സുവിശേഷം ഒരു വ്യക്തി ആണ്, അത് യേശുവാണ്. അതൊരു സംഘടനയല്ല, പ്രസ്ഥാനമല്ല, പിടിച്ചു കിട്ടിയാൽ നിൽക്കുന്ന ഒരു സംഗതിയല്ല. ലോകമുണ്ടായ കാലം മുതലേയും ഈ സത്യത്തിന് വേണ്ടി, ഈ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ദൈവം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന കേരളത്തിന്റെ പുരോഗതിക്ക് കാരണം ഇവിടെ അനേകം മിഷണറിമാര് വന്നതാ, സുവിശേഷകർ കടന്നു വന്നവരാ. കാരണം ഇവിടെ ആളുകളുടെ ജീവിതം ഇന്നേക്ക് 100 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് വസ്ത്രം പോലും ഉടുക്കാതെ ഒരു പ്രത്യേകമായിരിക്കുന്ന ജീവിത രീതിയിൽ ജീവിച്ചവരാണ്. വിദ്യാഭ്യാസമില്ലാതെ, വിദ്യാഭ്യാസം കൊടുത്താൽ അതിന്